അല്ല, ഗബ്രിയേൽ സാറ് വിചാരിച്ച എന്റെ അമ്മയെ കണ്ടെത്തി തരാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ ഞങ്ങൾ ഗബ്രിയേൽ സാറിനെ തന്നെ അപ്രോച്ച് ചെയ്തത്. ഗബ്രിയേൽ സാറ് ആളെ കണ്ടെത്തി തരാന്ന് ഏറ്റോ? സാർ ഏറ്റതുപോലെ പറഞ്ഞത്. എന്തായാലും സാറ് വളരെ ഗൗരവമായിട്ട് തന്നെയാ ഈ വിഷയത്തെ എടുത്തിരിക്കുന്നത്. അപ്പോ 2 ദിവസത്തിനുള്ളിൽ ഇവന്റെ അമ്മയെ പറ്റിയുള്ള വിവരങ്ങൾ കിട്ടുമായിരിക്കും അല്ലേ? കേട്ടിടത്തോളം ഇക്കാര്യത്തിൽ ഒരു പ്രതീക്ഷയുണ്ട്. ഇവന്റെ അമ്മ അംബിക എവിടെയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഗബ്രിയേൽ സാറിന്റെ ഒരു കോള് വരാല്ലേ. ഗബ്രിയേൽ സാർ വിളിക്കുന്നു. ഇത് അൺനോൺ നമ്പറാ. കിരൺ, നിന്റെ ഫോണിൽ വന്നതുപോലെ എനിക്കും അൺനോൺ നമ്പർ കോൾ. നിനക്കും ആ കോള് വന്നോ? അതെന്താ അങ്ങനൊരു കോള്? ആ കോൾ എടുക്ക്. അല്ല, നിങ്ങൾ സൂചിപ്പിച്ചിരുന്ന ആളുടെ കോളല്ലേ ഇത്? ആ കോൾ ഞാൻ എടുക്കാം. ആ, കോള് കട്ടായി. കിരണിന് വന്നതുപോലെ നിന്റെ ഫോണിലേക്ക് അൺനോൺ നമ്പർ വരണമെങ്കിൽ ഇതൊരു സീരിയസ് പ്രശ്നമാണല്ലോ. അതെ, ഇതൊരു തമാശ കളിയാവില്ലേ? നിങ്ങളുടെ 2 പേരെ നമ്പർ അറിയുന്ന ഒരാൾ, അങ്ങനെ ഒരാളായിരിക്കും ഈ കോളിന് പിന്നിൽ. ഇത് ഏതവനാണെങ്കിലും വിളിച്ചവനെ കൈ കിട്ടിയ ഈ ബിസ്ക്കറ്റ് പൊടിക്കുന്ന പോലെ പൊടിക്കും ഞാൻ. നിങ്ങൾ ടെൻഷൻ ആവാതെ, കോള് വീണ്ടും വന്ന ഞാൻ കൈകാര്യം ചെയ്തോളാം. അവൻ പിന്നീട് ഒരിക്കലും നിങ്ങളെ വിളിക്കില്ല. നീ എന്ത് ചെയ്യും? വൃന്ദേ, കോള് സ്പീക്കറിലിട്. ഹലോ, ആരാ? ഹലോ, ആരാ നിങ്ങള്? ആരവിനെ നിങ്ങൾ സംരക്ഷിക്കരുത്. അവനെ റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ റിമൂവ് ചെയ്യും. നീ ചോദിക്കേ, നിന്നെ പറ്റിയില്ലേ? ഇപ്പൊ നിനക്ക് നാവില്ലേ ചോദിക്കാൻ? നീ ആരാ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ നേരിട്ട് ഞങ്ങളുടെ മുന്നിൽ വാ. അതെ, അൺനോൺ നമ്പറിൽ നിന്ന് വിളിച്ച് ഭീഷണിപ്പെടുത്തിയാലൊന്നും ഞങ്ങൾ പേടിക്കില്ല. സത്യം പറ, നീ ആരാ? എടാ, അന്തസ്സുള്ളവനാണെങ്കിൽ നീ നിന്റെ പേര് പറ, അഡ്രസ് പറ, ധൈര്യം ഉണ്ടെങ്കിൽ പറയടാ. ആരോ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നിന്നോട് ആരാടാ പറഞ്ഞ? ദേ, ഇനി ഇതുപോലുള്ള അനോണിമസ് കോൾ ചെയ്താ നിന്നെ ഞങ്ങള് പോലീസിൽ ഏൽപ്പിക്കും. എന്താണോ നിനക്ക് നാവില്ലേ? കോള് കട്ടായി തോന്നുന്നു. എടാ, നീ എന്താടാ അവനോട് മിണ്ടായിരുന്നേ? ഞാൻ ബുദ്ധിപൂർവ്വം മിണ്ടാതിരുന്ന. അല്ല, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണല്ലോ ഫോണിൽ വിളിച്ച ആള് പറഞ്ഞേ. അപ്പൊ ഞാൻ സംസാരിച്ച അയാള് പറയുന്നത് സത്യമാണെന്ന് വരില്ലേ? അതുകൊണ്ടാ ഞാൻ മിണ്ടാതിരുന്നേ. ഇവൻ ഇവിടെ ഉണ്ടെന്നറിഞ്ഞിട്ട് ആരോ കോൾ ചെയ്തതാ. എനിക്ക് പേടിയായി തുടങ്ങി. ഫോണിൽ വിളിച്ചയാള് പോലീസിനെ അറിയിക്കോ? അയാള് പോലീസിൽ അറിയിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാ. അങ്ങനെയെങ്കിൽ നമ്മളെ എന്തിനാ വിളിക്കുന്നേ? പോലീസിനെ വിളിച്ചാ പോരെ? എന്റെ സംശയം ആ CCTV ആണോന്നാ. അല്ല, അയാൾ എന്തിനാ ഇങ്ങനൊരു കോൾ ചെയ്യുന്നേ? അയാളാള് സ്ട്രേറ്റ് ഫോർവേഡാ. കിരണിന്റെ ഒരു സിം കാർഡ് അയാളുടെ കൈ കൊടുത്തിരിക്കയല്ലേ, അതിൽ നിന്ന് വൃന്ദയുടെ നമ്പർ തപ്പിയെടുത്ത് പണി തന്നതായിക്കൂടെ? ബട്ട് ആരവ്, ആ പേര് അയാൾക്ക് എങ്ങനെ അറിയാം? കൺഫ്യൂഷൻ ആയല്ലോ. എന്തായാലും നാളെ ആവട്ടെ. ഈ അൺനോൺ നമ്പർ കളി എന്താണെന്ന് നമുക്ക് കണ്ടെത്താം. ഇപ്പൊ ഇതിനെപ്പറ്റി സംസാരിച്ചാൽ എവിടെ എത്തില്ല. എല്ലാരും വന്ന് കിടക്ക്. ആരോ, നീ വിഷമിക്കണ്ട. നീ ഇപ്പോഴും ഇവിടെ സേഫാ. പോയി കിടന്നു. അതവിടെ വെച്ചിട്ട് കിടക്കടി. അത് മാറ്റിയിട്.
ഇതെന്താ ചൊറിച്ചിലുണ്ടാക്കുന്ന സാധനോ